Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം കൂടി കർത്താവ് തന്നിരിക്കുക. ഈ ദിവസം ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എപ്രകാരം നമുക്ക് ഉത്തരം തരുമെന്നും ദൈവം എപ്രകാരം നമ്മെ ശ്രവിക്കുന്നുവെന്നും ചിന്തിക്കുവാനും പ്രാർത്ഥിക്കാനും ഒരു വചനഭാഗം പങ്കുവയ്ക്കുന്നു. സങ്കീർത്തനം 141 1-2 വചനങ്ങൾ. കർത്താവേ, ഞാനങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരേണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരയണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും എൻ്റെ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമാണെന്ന് ചിന്തിച്ച പ്രിയമുള്ളവരെ, വചനം പറയുന്നു. സങ്കീർത്തനായ ദാവീദ് പറയാണ്, കർത്താവെ, ഞാനങ്ങ് വിളിച്ചപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ പാപത്തിൻ്റെ അവസ്ഥയിൽ പ്രലോഭനത്തിൻ്റെ അവസ്ഥ വന്നപ്പോൾ ദാവീദ് രാജാവ് ദൈവത്തെ വിളിക്കുകയാണ്, വേഗം വരേണമേ. അതിനുശേഷം ദാവീദ് ദൈവവുമായി ബന്ധത്തെ സൂചിപ്പിക്കുന്ന വചനമാണ്. ദാവീദ് പറയാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണം, ഉത്തരം തരണം. വീണ്ടും ദാവീദ് പറയാണ്, നമ്മുടെ പ്രാർത്ഥന ഏത് രീതിയിലാകണമെന്ന്. ദാവീദ് എന്താ പറഞ്ഞത്? എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ ധൂപാർച്ചനയായി. ധൂപം അർപ്പിക്കുമ്പോൾ ആ ധൂപം എപ്രകാരം സ്വർഗത്തിലേക്ക് ഉയരുന്നുവോ അതുപോലെ എൻ്റെ പ്രാർത്ഥനയും നിൻ്റെ പക്കലേക്ക് ഉയരുമെന്ന് ദാവീദ് വിശ്വസിക്കുന്നു. വീണ്ടും ദാവീദ് പറയാ, ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തുന്നത് ഒരു ബലിയ പോലെ അങ്ങ് സ്വീകരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഓർക്കെ പറയുമ്പോഴവർ തൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് ദാവീദ് ഈശോയോട് പറയാണ്. ദാവീദ് ദൈവത്തോട് പറയാണ്. ദൈവം തൻ്റെ നിലവിളി കേട്ട് തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ദാവീദിന് ഉറച്ച ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നാണ് ദാവീദ് പറയുന്നത്, എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ധൂപം പോലെ ഉയർത്തുന്നു, ഒരു യാഗബലി പോലെയാണെന്ന്. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, തൻ്റെ പ്രാർത്ഥനകളും നാം ഓരോരുത്തരും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ധൂപാർച്ചന പോലെ ഉയരുമെന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും തന്നെ ദൈവം പ്രസാദിക്കുമെന്നും ദാവീദിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസം ഈ ദാവീദ് രാജാവിൻ്റെ മനോഭാവത്തോടുകൂടി നമ്മുടെ യാചനകളും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഉയർത്താം. തീർച്ചയായിട്ടും തൻ്റെ ഭക്തിയുടെ ഭാഗമായി പാപവും പ്രലോഭനവും ഒഴിവാക്കുവാൻ ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാത്തരം പ്രലോഭനങ്ങളിൽ നിന്നും എല്ലാത്തരം ബന്ധനങ്ങളിൽ നിന്നും എന്നെ കർത്താവ് രക്ഷിക്കും. ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ധൂപാർച്ചന പോലെ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ, എൻ്റെ കരങ്ങൾ യാഗം പോലെ ഉയർത്തുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വലിയ പ്രസാദമായി മാറുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, ഈ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ദൈവം നമുക്ക് എല്ലാത്തരം സംരക്ഷണം തരട്ടെ. എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.